ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ നല്ല സിമ്പിളായിട്ടുള്ള സ്നാക്കായിട്ടും ഇടവേളകളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെയിൻ ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പൊറോട്ടയാണ്. മുഗളായി എഗ് പൊറോട്ടയാണ് ചെയ്യുന്നത്. വളരെ പോപ്പുലറാണ്. വളരെ പഴയ ഒരു റെസിപ്പിയാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ 1.5 കപ്പ് മൈദയും 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു വലിയ പറാത്തകളായിട്ട് ഇത് പരത്തിയെടുക്കണം. പിന്നെ ഉള്ളിലോട്ടൊരു ഫില്ലിങ് കൊടുക്കാനായിട്ട് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് സാധാ രീതിയിലും ചെയ്യാം. സാധാരണ നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ചെയ്യുന്ന മുഗളായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ്റെ ആണ്. ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലോട്ട് 1 ടീസ്പൂണോളം ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്ലേവേഴ്സ് അതാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളക് ഒന്ന് കറക്കിയെടുത്താണ് മിക്സിയിൽ. ഇതിലോട്ട് നമുക്ക് സവോള, പച്ചമുളക്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, മല്ലിയില എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് വലിയ പറാത്തകളായിട്ട് സാധാരണ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം അതിലോട്ട് ഫില്ലിങ് വെച്ച് 4 വശവും ഒന്ന് മടക്കി ഫോൾഡ് ചെയ്യുക. ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അകത്തുള്ള മുട്ടയുടെ ഫില്ലിങ് നല്ല രീതിയിൽ ഫ്രൈ ആകാതെ ഇരിക്കും, കുക്കാകാതെ ഇരിക്കും. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് ലഞ്ച് ബോക്സിലോട്ടൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. വേറെ എക്സ്ട്രാ കറികളൊന്നും അധികം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് ധാരാളമാണ്. കുറച്ച് ടൊമാറ്റോ സോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മതിയാവും. നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. അകത്തുള്ള എഗ്ഗിൻ്റെ ഫില്ലിങ്ങൊക്കെ നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ചെയ്യുക. ഒരു മെയിൻ ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാം, സ്നാക്കായിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.